കേരളത്തിൽ ലൈംഗികരാജ്യം വളരെ കൂടാൻ കാരണം തന്നെ ഈ സെക്സ്റ്റുകൾ കാര്യങ്ങൾ ഇങ്ങനെ മോശം രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയാ ബോജയുടെ കേസിൽ ശരിയാണ്, അയാൾക്ക് ഇത് കുറച്ച് കൂടുതലാണ്. ഈ നീഡ് സം ട്രീറ്റ്മെന്റ്. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. ആണുങ്ങൾക്ക് ഈ വികാരം കുറച്ച് കൂടുതലാണ് വേണമെങ്കിൽ അത് ആൾക്കാർ മിസ്യൂസ് ചെയ്യാം. ബോജയുടെ കേസിൽ ശരിയാണ്, അയാൾക്ക് ഇത് കുറച്ച് കൂടുതലാണ്. അതെങ്ങനെ മനസ്സിലായി? മോനെ കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എന്തുകൊണ്ട് ഒരാൾ വുമണൈസർ ആവണം, പ്ലേ ബോയ് ആവണം? ചിലർക്ക് ഇത് കുറവായിരിക്കും, ചിലർക്ക് ഇത് ആവശ്യമായിരിക്കും, ചിലർക്ക് കൂടുതലാണ്. തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും താല്പര്യമുള്ളവർ എന്ത് വേണമെങ്കിലും വായിക്കും. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയണത്? ഈ നീഡ് സം ട്രീറ്റ്മെന്റ്. പിന്നെ നീ എന്താ ഇവിടെ? എനിക്കറിയാത്താണ് ഇത് കൂടുന്നത് അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. അപ്പൊ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണ്ട, മെഡിക്കൽ രീതിയിൽ ശാസ്ത്രീയമായിട്ട് നോക്കിയ ട്രീറ്റ്മെന്റ് എടുക്കണ്ട. ആദ്യം നീ നന്നാകാൻ നോക്ക്. ഇപ്പോൾ ക്രിമിനൽസിനെ പോലും അവർ മാനസിക രോഗികളാണ്. എന്നിട്ട് അവർക്ക് പണിഷ്മെന്റ് അല്ല കൊടുക്കണ്ട, ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട. ഇങ്ങനൊക്കെ പറയുന്നത് കോർട്ട് ലക്ഷ്യമാണെന്ന് അറിയാമോ? പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഏമാ കമ്മിറ്റിയിൽ എന്തൊക്കെയാണെന്ന് കണ്ട് ബോജനായിട്ടല്ല, പുള്ളി പരസ്യമായിട്ട് പറഞ്ഞത് കുറച്ച് പറയാൻ പാടില്ല. അതെന്റെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. അയാളൊരു ലൈംഗിക വൈകൃതിയാണ്. വിവിധ വികാരങ്ങൾ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് അവന്റെ മുഖം. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് എന്താണ്? കോമാളിത്രം. പെരേരാജി എന്ന്. ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ? അല്ല, ആളുകൾക്ക് നല്ലത് വേണ്ട, നല്ല കാര്യം പറഞ്ഞാൽ ആർക്കും വേണ്ട. സത്യമാണോ ഈ പറയുന്നത്? അതെ. എന്തുകൊണ്ട് മീഡിയ നെഗറ്റീവ് കാണിക്കുന്ന, മീഡിയ എന്തിനാ കാണിക്കുന്ന? അവർക്ക് ജീവിക്കാൻ വേണ്ടി. കൂടുതൽ വിശേഷം നീ പറയണ്ട. പണ്ട് നടന്ന കാര്യങ്ങളാണ് ഇപ്പോഴും പറയുന്നത്. നിത്യയുടെ കേസ് മറ്റുള്ള പണ്ടത്തെ കാര്യം ഇപ്പോഴും പറയണം. ഇതങ്ങനെയല്ലല്ലോ കേസ്. നമ്മൾ വേറെ നല്ല കാര്യം പറഞ്ഞു, അതൊന്നും പറയുന്നില്ലല്ലോ. കോണ്ട മെക്കാനിക്സ് കുറിച്ചും ഫിലോസഫി കുറിച്ചും നല്ലതൊന്നും പറയില്ല. എല്ലാവർക്കും പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമാണ്. എന്തോരം പുസ്തകങ്ങളാണ് അസമാജ് വായിച്ചു കൂട്ടണത്. ജാസ്തി വായിച്ചാൽ പിരാന്ത് കൂടും. കേരളത്തിൽ ലൈംഗികരാജ്യം വളരെ കൂടാൻ കാരണം തന്നെ ഈ സെക്സ്റ്റുകൾ കാര്യങ്ങൾ ഇങ്ങനെ മോശം രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. എനിക്ക് കയ്യിലിരിപ്പൊക്കെ അറിയാം. ഒരു കോലുമ്പ തുണി വെച്ചാണ് പോയാൽ മതി, അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. ലംബടൻ. പുതിയ ജനറേഷന് പ്രശ്നമില്ല. പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് ഈ ലൈംഗികരാജ്യം ഇല്ല. വെസ്റ്റേൺ കൺട്രീസിലൊന്നും ഇങ്ങനെ വായനോട്ട് ഇതൊന്നും ഇല്ല. അത് ഇവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ്. ഈ റിലീജിയന് മറ്റുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. അതെനിക്ക് നേരത്തെ അറിയാവുന്ന ആൾക്കാർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. പഴയ ജനറേഷൻ എസ്പെഷ്യലി. പുതിയ ജനറേഷൻ കുഴപ്പമില്ല, അവർക്ക് ലിബറലാണ്. ഇത് ലിബറലൈസ് ചെയ്യണം, അല്ലാതെ നിവൃത്തിയില്ല. ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങൾ? പോയി അവിടുന്ന്